ഹായ് ഹലോ പെനക്കത്തിയാന്നേ എല്ലാവർക്കും സുഖമില്ലേ? അപ്പം നമ്മുടെ മൈ ഓണം കിച്ചൺ സീരീസിൽ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ പരിപ്പ് പ്രഥമനും പുളിയിഞ്ചിയും ഒക്കെയാണ് വെച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതും എന്നാൽ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഒരു വിഭവമാണ് സാമ്പാർ. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് സാമ്പാറാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പം ഞാൻ പരിപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കഴുകിയായിരുന്നേ. അതിനുശേഷമാണ് കുതിർക്കാൻ ഇട്ടത്. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ കഴുകിയിട്ടാണ് ഇതേ ഇപ്പം ഞാൻ വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ പരിപ്പ് ഞാൻ വേവിക്കാൻ വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ഒപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഞാൻ വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പരിപ്പ് വേവിക്കാനായിട്ട് 2 വിസിലാണ് കേൾപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ സാമ്പാറിന്റെ പച്ചക്കറികൾ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്യൂബ് സൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഒത്തിരി വലുതായും പോകരുത്, ഒത്തിരി ചെറുതായും പോകരുത്. ഒരു മീഡിയം സൈസിൽ വേണം നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെയും ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഇതിലേക്ക് ബീൻസ് ചേർക്കുമ്പോൾ അത് നീളത്തിൽ വേണം കേട്ടോ അരിഞ്ഞു ചേർക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വെണ്ടയ്ക്കയും മുരിങ്ങാക്കോരും ഒക്കെ നീളത്തിൽ വേണം ചേർത്ത് കൊടുക്കാൻ. തീരെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പം അത് ഞാൻ ആദ്യം ചേർത്തത് ചേനയാണ്. അടുത്തത് ഞാൻ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് കുമ്പളങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് മത്തങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബീൻസ് നീളത്തിൽ അരിഞ്ഞത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് മുരിങ്ങാക്കോലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് കിഴങ്ങാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവോള വലുതായിട്ട് അരിഞ്ഞതും ഒപ്പം 2 പച്ചമുളകും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇത് ഒറ്റൊരു വിസിലാണ് ഞാൻ കേൾപ്പിച്ചെടുക്കുന്നത്. അപ്പം ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ കുഞ്ഞുള്ളിയും മല്ലിയിലയും കൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയെ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 1-2 വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഇതിലേക്ക് 1 തണ്ട് വേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഇത് വാടി വരുമ്പോൾ ഇതിലേക്ക് അല്പം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ബ്രാഹ്മൺസിന്റെ സാമ്പാർ പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ആ സാമ്പാർ പൊടി കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിവെള്ളം കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന വെണ്ടയ്ക്കയെ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് ഒരു അല്പം ശർക്കരയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കായമാണ്. ഇത് കായം പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം മല്ലിയിലയും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അവസാനമായിട്ട് ഒരു അല്പം നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാമ്പാർ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ സദ്യയുടെയൊക്കെ കൂടി കഴിക്കാൻ അടിപൊളി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഞാൻ വെക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ അഭിപ്രായങ്ങളോ നൽകാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.